ജാസ്മിൻ്റെ ഒരു നല്ല അടിയാണ് ജിൻഡോയ്ക്ക് കിട്ടിയത്. അതിൻ്റെ ശബ്ദം തന്നെ എല്ലാവരും നന്നായിട്ട് കേട്ടു. അപ്പോൾ ജിൻഡോയും ജാസ്മിനും ജയിലിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ജിൻഡോ ഒരു സ്ഥലത്ത് കിടക്കുവാണ്. ജിൻഡോ പറയുന്നത് എൻ്റെ ബെഡ് ഇവിടെയാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കിടക്കുകയുള്ളൂ. അപ്പോൾ ജാസ്മിന് അവിടെ തന്നെ കിടക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ AC-യുടെ കാറ്റ് കിട്ടണം. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, ജയിലിൽ AC നോക്കിയൊന്നും അല്ല കിടക്കുന്നത്, AC കിട്ടാൻ വേണ്ടിയല്ല ജയിലിൽ ഇട്ടേക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ ഒട്ടും വിട്ടുവീഴ്ച ഇല്ലാത്ത ഒരു പ്രകൃതമാണ്. വളരെ രൂക്ഷമായിട്ടാണ് ഇങ്ങനെ ആക്രമിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്. ധാർഷ്ട്യത്തോടെ ജിൻഡോയുടെ അടുത്ത് മാറിക്കിടക്കാനാണ് പറയുന്നത്. ജിൻഡോ കൂട്ടാക്കുന്നില്ല. ജിൻഡോ ഒന്നും കേൾക്കാത്ത മട്ടിൽ അവിടെ തന്നെ അനങ്ങാതെ കിടക്കുവാണ്. അപ്പം കലിതുള്ളി ജാസ്മിൻ സഹികെട്ട് ജിൻഡോയെ അടിച്ചിരിക്കുകയാണ്. ജിൻഡോയ്ക്ക് വേണമെങ്കിൽ ഇത് ഫിസിക്കൽ അസോൾട്ടാക്കി മാറ്റാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ സ്നേഹത്തോടെയോ ചിരിച്ചുകൊണ്ടൊന്നുമല്ല അടിച്ചത്, വളരെ പ്രതികാര ബുദ്ധിയോടെ ഇങ്ങനെ സഹികെട്ട് ഒരു ആക്രമിക്കുന്ന രീതിയിലാണ് അടിച്ചത്. എന്തായാലും ജിൻഡോ അതിന് മുതിരില്ല എന്നറിയാം. പക്ഷേ ജിൻഡോ ഇവിടെ വളരെ ബുദ്ധിപരമായിട്ട് ഇങ്ങനെ ജാസ്മിനെ അസ്വസ്ഥയാക്കുകയാണ്. പ്രകോപിപ്പിച്ച ജാസ്മിൻ്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ജിൻഡോ. എന്തായാലും ഇത് ഇനി വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ജാസ്മിനെ ഒന്ന് കത്തിക്കയറാൻ ഒരു നല്ല അവസരമായിട്ട് ഇത് ഉപയോഗിച്ചെങ്കിലും ജിൻഡോയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായവും പ്രേക്ഷകരുടെ മനസ്സും.